നമസ്കാരം. കുറച്ച് ദിവസമായിട്ടാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് പുറത്തെല്ലാം മഴയും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. വീട്ടിൽ തന്നെയാണ് കേട്ടോ. എൻ്റെ വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇനിയിപ്പോൾ 5ാമത്തെ ദിവസം കേട്ടോ. പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല, ബെഡിൽ തന്നെ കേട്ടോ. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും, കയ്യിൽ പിന്നെ ടോയ്ലറ്റ് പോകാനൊക്കെ മാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ. കുറച്ച് നേരം, ബാക്കിയൊക്കെ ഇവിടെ തന്നെ കേട്ടോ. കാരണം വെച്ചാൽ ആ സ്റ്റെൻഡ് ഇട്ടിട്ടുണ്ടല്ലോ, സ്റ്റെൻഡ് ഇട്ട് കാരണം ഭയങ്കരമായ നടുവേദന. എണീറ്റ് നിന്നാൽ അപ്പോഴേ വേദനയാണ്. അതുകൊണ്ട് ഇതേ സെയിം സർജറിയൊക്കെ ചെയ്തവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ റെസ്റ്റ് എടുക്കണം, എന്നാലേ ആ സ്റ്റെൻഡ് അവിടെ നിന്ന് പ്ലേസ് ആവുള്ളൂ. പ്ലേസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണീറ്റ് കിടക്കുന്നതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇന്ന് വരെ ഇപ്പോഴും വേദനയാണ്. എണീറ്റ് കുറച്ച് നേരം നിൽക്കോ എണീറ്റ് കുത്തി ഇതേണൊക്കെ ഇരിക്കുകയോ ചെയ്താൽ കുറച്ച് നേരം കഴിഞ്ഞൊരു വേദന കേട്ടോ. എന്നാലും നേരത്തെ ഉള്ളതിനേക്കാൾ ഒത്തിരി വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നിൽക്കുന്ന ഒരു വീഡിയോയിൽ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പോൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇതപ്പോൾ ലിജിക്ക് പെട്ടെന്നൊരു തലയുറ്റലും ഛർദിലും ഒക്കെ പോലെ വന്നിട്ട് അമ്മയും ബാവയും ശ്രീകുട്ടനും കൂടെ ആശുപത്രി പോയേക്കോ. നമ്മുടെ ഫ്രണ്ട് പ്രവീണ് വണ്ടിയായിട്ട് വന്നായിരുന്നു. നമ്മൾ എമർജൻസി ആയിട്ട് പെട്ടെന്ന് വിളിച്ചു കേട്ടോ. ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ എണീറ്റ് ഞാനും കൂടെ ചേർന്ന് ലിജിനെ വണ്ടിയിലോട്ട് ഇരുത്തിട്ടോ. ഞാൻ പിടിക്കാനൊന്നും പാടില്ല, ഞാൻ പിടിച്ചില്ല, വാവയാണ് എടുത്തിരുത്തിയത്. പിന്നെ വീൽ ചെയറൊക്കെ എടുത്ത് വെക്കാനൊക്കെ സഹായിച്ച്. അവരെ ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർ പോയിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്കൊരു ഹോസ്പിറ്റലിൽ കയറിയിട്ട് ലിജിയുടെ BP ഒക്കെ ചെയ്തപ്പോൾ BP നോർമലാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് പോയേക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ടെൻഷൻ കേട്ടോ. ലിജിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. ഒരു വല്ലാത്ത സിറ്റുവേഷൻ. ലിജി കണ്ണൊന്നും തുറക്കുന്നില്ല, കണ്ണടച്ച് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, കണ്ണ് തുറക്കുന്നില്ല. പക്ഷേ ഒരു ബോധമൊക്കെ ഉണ്ട്, ഓർമ്മയൊക്കെ ഉണ്ട്. ഭയങ്കരമായ ക്ഷീണവും തളർച്ചേ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു അടുത്തൊരു ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോയിട്ട് വരാൻ പറഞ്ഞു. ആ ഒരു ടെൻഷനിലായിരിക്കും കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശരീരം ഭയങ്കരമായിട്ട് അങ്ങ് തണുക്കുന്നു. അളിയൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അളിയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അളിയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ചെല്ലണം. അളിയൻ രാവിലെ ജോലിക്ക് പോയണ്ടോ. അപ്പോൾ അളിയൻ അവിടെ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർ ചെല്ലാമെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഇരിക്കുക കേട്ടോ. ഞാൻ കൂടെ ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ പോകണേ ആദ്യമായിട്ടാട്ടോ. ഞാൻ ചെല്ലാന്ന് പറഞ്ഞിട്ട് അമ്മ ഇവരൊന്നും സമ്മതിക്കുന്നില്ല. ഞാൻ ചെന്നാലും എനിക്കും ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് അവർ പോകണ്ടെന്ന് പറഞ്ഞേ. എന്നാലും ഒരു ടെൻഷൻ. വേറെ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരി കണ്ണ് തുറക്കുന്നില്ല. ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ചു വെച്ചിട്ട് സംസാരിക്കും. കാരണം ക്ഷീണമാണോ തളർച്ചയാണോ എന്തോ അറിയത്തില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പൊക്കെ ഇടുമ്പോഴേ പിന്നെ ബ്ലഡെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തൈറോയിഡൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വല്ല പ്രശ്നമാണോ ഒന്നും അറിയത്തില്ല. പോയിട്ടുണ്ട്. ഷുഗറൊക്കെ ഒന്ന് നോക്കണം. ഷുഗറെല്ലാം നോർമലാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. തൈറോയിഡ് ഒഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പുള്ളിക്കാരിക്ക്. നല്ല ടെൻഷൻ കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിന്നായിരുന്നു. എൻ്റെ പുതിയ സാധനം പണിഞ്ഞാറിനെയും കാപ്പ് കുടിക്കാൻ ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി അവിടെ പോയി കുറച്ച് നേരം നിൽക്കുക ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ ക്ഷീണമാണോ ശരീരത്തിന് ഭയങ്കര വിയർക്കുന്നു. ശരീരം വിയർക്കുകയും ചെയ്തിട്ടുണ്ട്. ഭയങ്കര തണുപ്പ് ശരീരത്തിന്. അപ്പോൾ അതെന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അളിയനെ കൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ വിളിക്കട്ടെ എന്തായാലും. അപ്പം ജിക്കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയിട്ട് വിളിച്ചായിരുന്നു കേട്ടോ. പ്രശ്നമൊന്നുമില്ല. അത് ലിജിക്കേ മോഷൻ പോകാതിരുന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞ്. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ട്രിപ്പ് ഇട്ടേക്കോ, ഇഞ്ചക്ഷൻ ഇട്ടേക്കോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ അവർ വരാൻ കുറച്ച് സമയം എടുക്കും. അതിനായിട്ട് ഞാൻ ഒരു മുന്നായിട്ട് ഇവിടെ ഇരുന്നിട്ട് അങ്ങ് ആകെ മടുപ്പ് കേട്ടോ. ഫോണിലെന്ന് വെച്ചാൽ എത്ര നേരം നോക്കിയിരിക്കാം. അപ്പോൾ കുറച്ച് ജോലികൾ ഞാൻ എനിക്ക് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് അതിൽ വരുമ്പോഴത്തേനെ കറി എന്തെങ്കിലും വെക്കാനായിട്ട്. എനിക്കാണ് ശരിക്കും പറഞ്ഞാൽ കഞ്ഞിയും മാത്രം സാധനങ്ങളാണ് കുറച്ച് ദിവസമായിട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് വെയിറ്റെല്ലാം കുറഞ്ഞ് ഷർട്ടൊക്കെ ഒരുപാട് ലൂസൊക്കെ കേട്ടോ. ഭക്ഷണം വേറെ ഒന്നും കഴിക്കാനായിട്ടൊരു മടിയാണ് കേട്ടോ. ഈ ഒരു അവസ്ഥ ഇരിക്കുമ്പോൾ എപ്പോഴും ടോയ്ലറ്റിൽ പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഭക്ഷണം കഴിക്കാറില്ല. അപ്പോൾ ഇന്നെന്തോ ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കരമായൊരു കൊതി. കുറേ നേരം കഴിക്കാണ്ടിരുന്നിട്ട് ഭക്ഷണം കഴിക്കാനൊരു കൊതി. അപ്പോൾ ലിജിക്കൊച്ചിന് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇച്ചിരി മനസ്സമാധാനമായി. അപ്പം അവർ വരുമ്പോഴത്തേന് കുറച്ച് ജോലികളൊക്കെ ചെയ്ത് വെക്കാം. വരുമ്പോഴത്തേന് പെട്ടെന്ന് ആഹാരം കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ജോലികളൊക്കെ ചെയ്യാം. ഈ സവാള അരിയാൻ വേണ്ടിയിട്ട് കഴുകിയെടുത്തുകൊണ്ട് വെച്ച് ഇപ്പോൾ ബെഡിലിരുന്ന് തന്നെ പെട്ടെന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കാം. സവാളയും പച്ചമുളക് അങ്ങനെ തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പയ്യെ അരിഞ്ഞ് അവർ വരുമ്പോഴത്തേന് റെഡിയാക്കി വെക്കാമെന്ന് കരുതി ആ ജോലികളൊക്കെയാണ് കേട്ടോ. ഞാൻ അവർ വന്നിട്ട് വിശേഷമൊക്കെ പറയാം കേട്ടോ. രാവിലെ എനിക്ക് പെട്ടെന്നുണ്ടായൊരു ബുദ്ധിമുട്ടായിട്ടേ രാവിലത്തെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ കണ്ണും തുറക്കാതെ സംസാരിക്കാതെ ഒക്കെ പോയ കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ വണ്ടിയില്ല.
അതുകൊണ്ട് പിന്നെ പ്രവീണിനെ രാവിലെ വിളിച്ചപ്പോൾ തന്നെ കുറച്ച് വൈകിപ്പോയി. എന്നാലും അവൻ രാവിലെ ഉറക്കണീക്കാനൊക്കെ താമസിച്ചു കേട്ടോ. ഇന്നലെ ഒരു ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, പാലുകാച്ചൽ ചടങ്ങൊക്കെ. അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നിരുന്നതാണ്, അതുകൊണ്ടാണ് വൈകിയത് കേട്ടോ. ഹലോ, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ക്യാപ്റ്റൻ ഹോസ്പിറ്റലിലാണ് ഉള്ളവരുള്ള. രാവിലെ എമർജൻസി ആയിട്ട് നമ്മൾ ലിജിമോളെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. ലിജിമോളെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ളത് മുളവനയിൽ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെയാണ് ലിജിക്ക് വയ്യേണ്ടൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെയാണ് വരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് രാവിലെ ഒരു 9 മണിയായപ്പോൾ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കേസ് ഉണ്ടായി. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ലിജിക്ക് തീരെ വയ്യാതായി, ചെറിയൊരു വയറുവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ വിചാരിച്ചു വയറ്റിൽ നിന്ന് പോകാത്തതൊക്കെ ആയിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പോയി, മോശം പോകാൻ വേണ്ടിയിട്ട് പോയി. ഇതിൻ്റെ പെട്ടെന്ന് മോശം പോയില്ല. പിന്നെ അങ്ങനെ വയറിനൊക്കെ ഒരു സ്തംഭിതം പോലെ വന്ന് പെട്ടെന്ന് റൂമിനകത്ത് കിടന്നപ്പം വിയർത്ത്. അപ്പോൾ എന്നോടൊക്കെ പറഞ്ഞ് ഭയങ്കരമായി വിയർപ്പ് വന്നു. അപ്പോൾ വാവയില്ല, ഞാനും കുട്ടനും മാത്രമേ വീട്ടിലുള്ളൂ. വാവയും ശ്രീകുട്ടനോടെ കടയിൽ പോയി സാധനം മേടിക്കാൻ പോയി. അപ്പോൾ ഇവർ വരുന്നതിന് മുമ്പേ കൊച്ചിനെ വിയർത്ത് വാരിയെന്ന്. അപ്പോൾ ഞാൻ കുട്ടനെ വിളിച്ച് പെട്ടെന്ന് ഇത് കണ്ടോ പോലെ. അന്നേരം അവിടെ പറഞ്ഞ ചൂടിൻ്റെ ആയിരിക്കും. എന്നിട്ടൊന്ന് വിയർത്ത് നല്ലതുപോലെ വിയർത്ത് വാരി ആകെ ഞങ്ങളങ്ങ് ടെൻഷൻ അടിച്ചു. വാവ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളത് നിവർത്തി ഇരിക്കാൻ നോക്കിയപ്പം പറ്റുന്നില്ല. ലിജിയുടെ കണ്ണൊക്കെ അങ്ങ് കറങ്ങി താഴോട്ട് പോകുന്ന കണക്ക്, നാക്കൊക്കെ കുഴഞ്ഞ് ഛർദ്ദിക്കാൻ വരുന്നെന്ന്. ലിജിക്ക് സംസാരിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ പെട്ടെന്ന് ആരുമില്ല ഹോസ്പിറ്റലിൽ കൊണ്ട്. പിന്നെ മോൻ്റെ സുജിത്തിൻ്റെ ഒരു കൂട്ടുകാരൻ പ്രവീണെന്ന് പറയും, അറിയാം, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ. ഇപ്പം പെട്ടെന്ന് തന്നെ പ്രവീണിനെ വിളിച്ച്. പ്രവീണ് പിന്നെ വണ്ടിയായിട്ട് വന്ന് ഞങ്ങളിവിടെ മുളവനെ ആസ്പത്രിയിലൂടെ ട്രിപ്പിട്ട് കിടക്കുക കേട്ടോ. അതെ, ലിജിമോള് കിടക്കുക കേട്ടോ. അപ്പം നല്ല വയറുവേദനയാണ്. ഇപ്പോൾ കുറഞ്ഞു, ഇഞ്ചക്ഷൻ എടുത്തു, പിന്നെ ട്രിപ്പ് ഇട്ടു. അതുകൊണ്ട് വയറുവേദനയൊക്കെ കുറച്ച് കുറവുണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞ് ബി പി ഒക്കെ നോക്കും, ബി പി ഒക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. BP ഷുഗർ എല്ലാം നോർമലാണ്. പിന്നെ കുഴപ്പമില്ല. ഭക്ഷണവും കൂടെ കഴിക്കുന്നില്ലല്ലോ. രാവിലെ ഒരു മുട്ടയും ഒരു ഇഡ്ഡലി മാത്രമേ കഴിച്ചുള്ളൂ. എന്നും പാല് കുടിക്കുന്നു. ഞങ്ങൾ പാല് മേടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഗ്യാസ് അങ്ങ് തീർന്നു. പാല് കാച്ചാനുള്ള സമയം കിട്ടും. പെട്ടെന്ന് ഞാൻ ഇത് കഴിച്ചതുകൊണ്ട് പതുക്കെ കാച്ചി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പാലൊക്കെ എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടതായിരുന്നു കേട്ടോ. ഇന്ന് കവറുവാന കഴിച്ചത്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ. ഞാൻ പുറത്ത് തുണി കഴുകിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അനീഷിനെ വിളിച്ചതിനിടയ്ക്ക് വെച്ച് അനീഷിനെ വിളിച്ചപ്പോൾ അനീഷ് വർക്ക്ഷോപ്പിൽ പോയി. പിന്നെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ 1.5 മണിക്കൂർ കൂടെ ട്രിപ്പൊക്കെ ഇട്ട് ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടാൻ 1.5 മണിക്കൂർ. അതുകൊണ്ട് ഞങ്ങൾ പ്രവീണിനെയും പറഞ്ഞു വിട്ട് ഇപ്പം ഞങ്ങളിവിടെ ഉണ്ടാക്കുക. ഇപ്പം ട്രിപ്പ് പകുതിയായിട്ടുണ്ട്. അതെ, അപ്പോൾ അതുകൂടെ ഒന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ പോയി. വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം കേട്ടോ. ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ സമയം ഞങ്ങൾ ഭയന്ന് പോയി കേട്ടോ. എനിക്കൊരു പനി വന്നാലും പേടിയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പഴയ ഓർമ്മ നമുക്ക് അത് തന്നെ എപ്പോഴും നമ്മളെ വേട്ടയാടിക്കില്ല. നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഒരു ചെറിയൊരു തുമ്മൽ വന്നാലും നമ്മൾ ഭയങ്കരമായിട്ടും പാനിക്കാവും. എന്ത് ചെയ്യാനാ, ഞങ്ങളെ ഇങ്ങനെ ഓരോരോ രോഗങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളിങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ഓരോ സമയം ആശുപത്രിയിലല്ലേ. ഒരു വീട്ടിലെ ഞങ്ങൾ 4 പേരും ഏത് സമയം ആശുപത്രിയിൽ. ഒരാൾ കഴിഞ്ഞ് ഇപ്പോൾ കൂട്ടൻ്റെ പ്രശ്നം കഴിഞ്ഞ് ഒന്ന് സമാധാനം ചെയ്ത് എന്ന സമയത്താണ് അത് കണ്ട് ഞാനങ്ങ് സഹിച്ചാണ്. കാരണം എന്നും വയറും തപ്പി പിടിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. നടുവേദന ഇതൊക്കെ കഴിഞ്ഞ് 10-11 മണി വരെ കമന്ന് കിടന്നു. ഇതെല്ലാം നമ്മളോട് പറയത്തില്ല. കുറേ കൊണ്ടേ നടന്നുകൊണ്ട് എത്ര വർഷം 2016 വന്ന ഇതാണ്. അത് ഇത്രയും നടന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളാകുമ്പോൾ അവൻ ഞങ്ങളെയും കൊണ്ട് നടന്നു. അവൻ ഇതിപ്പോൾ ലിജിമോളെ കൊണ്ട് വരാനിരുന്ന പിന്നെ ഞങ്ങൾ വരണ്ടാന്നും പറഞ്ഞ് നിർബന്ധിച്ച് വീട്ടിൽ. കാരണം ഇത്രയും ദിവസമായതല്ലേ ഉള്ളൂ. ഇപ്പം ഞാനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എടുത്തൊക്കെ വണ്ടി കയറ്റാനൊന്നും വലിയ പ്രശ്നമില്ല. എലിക്കുട്ടിയമ്മ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു. പോയി ഇന്ന് വീട്ടിൽ പോയി ഒരു 9 മണി ആയപ്പോഴാണ് ഈ സംഭവം. എന്ത് ചെയ്യാനാ, ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുമോ ഇങ്ങനെ. അത് തന്നെ. പക്ഷെ എല്ലാം നമ്മൾ തക്ക സമയത്ത് ആശുപത്രി കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ആളിപ്പോൾ ഓക്കെ ആയി വരുന്നു. തന്നെ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഒരു ധൈര്യം ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധൈര്യം അവിടെ ചോർന്നു പോയി. എന്നാലും അവിടെ തന്നെ പ്രവീൺ ചേട്ടാനെ വിളിച്ചുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി ജോലിക്കൊക്കെ പോയാൽ അവിടുന്ന് പിന്നെ വണ്ടി എടുത്ത് പിന്നെ തിരിച്ചൊക്കെ വരണ്ടേ. എന്തായാലും ഈ പ്രവീണിനുള്ളത് നമുക്ക് വലിയൊരു ഉപകാരമായതാണ്. അതങ്ങനെയാ അമ്മേ. നമുക്കിപ്പോൾ എത്രയൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ നമുക്കൊരു നന്മ, ഒരു ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും നമ്മൾ വിളിച്ചാലും കുട്ടൻ എന്തെങ്കിലും വയ്യാന്ന് പറഞ്ഞാലും ലിജിക്ക് എന്തെങ്കിലും വയ്യാന്ന് പറഞ്ഞാൽ പ്രവീൺ ഓടിയെത്തും കേട്ടോ. പ്രവീണിൻ്റെ പെണ്ണും ഒക്കെ അത്ര നല്ല
നല്ല സഹകരണമുള്ള. അപ്പോൾ ആ സമയത്ത് പ്രവീൺ ഉണ്ടായിട്ട് പ്രവീണ് ഇന്നലെ ഒരു കയറി താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്ന് കിടന്ന് ഉറങ്ങി താമസിച്ച് വന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വിളിച്ചിട്ടൊക്കെ ഭക്ഷണം പോലും കഴിച്ചില്ല. അത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണ്. എന്തായാലും ആള് നല്ല ഉറക്കത്തിൽ. നമ്മൾ അടുത്തൊരു ആശുപത്രി കാണിച്ചിട്ട് BP ഒക്കെ നോക്കിയായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത് ബാങ്കിൻ്റെ അടുത്ത് ഡോക്ടറെ കാണിച്ചായിരുന്നു. അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ BP ഒക്കെ നോർമലാണ്. അപ്പോൾ അന്നേരം നമുക്കൊരു സമാധാനമായി, വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നുള്ളത്. വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോവാൻ ഈ വേദനയുടെയാണ് ശരീരം. നമ്മുടെ അത്ര ആരോഗ്യമില്ലല്ലോ. ഇങ്ങനെ ആള് പൊന്തിയിരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ആരോഗ്യമൊന്നുമില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പാരൽബാറിനകത്ത് നിന്ന് അത് കുറേ അതും ഉണ്ട് കേട്ടോ. രാവിലെ എന്നാ ലിജിമോളോട് ഫുഡ് കഴിച്ചിട്ടേ നിൽക്കാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലിജിമോൾ സമ്മതിക്കുകയില്ല. ഫുഡ് കഴിച്ചാൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാണ്ട് തന്നെ പോയി നിന്ന് തിരിച്ചു വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇരുന്നപ്പോഴാണ് ഇങ്ങനെ വയറുവേദന ഉണ്ടായത്. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതെ വിഷമിക്കണ്ട. അവന് വയ്യെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ അത് തന്നെ. ഇനിയിപ്പം എന്താ വിഷമം ഈ സമയത്ത് ഭാവയെ കൊണ്ടില്ല. ഭാവയും കൂടി ഇല്ലെങ്കിൽ ആരെടുത്ത് പിന്നീട് അവിടെ നിന്ന് അനീഷ് വരണം. അത് തന്നെ, അനീഷിനെ പറ്റൂ. പിന്നെ എടുക്കുന്നത് പിന്നെ കുട്ടം കഴിഞ്ഞാൽ പിന്നെ അനീഷ്, പിന്നെ അതല്ലെങ്കിൽ ഭാവയില്ലെന്നുണ്ടെങ്കിൽ അനീഷും ഭാവയേ ഉള്ളൂ അങ്ങനെ എടുക്കുന്നത്. ഏരിക്കുട്ടിയമ്മ ഉണ്ടായാൽ പോലും അങ്ങനെ പൊക്കാൻ പറ്റത്തില്ല, വെയിറ്റ് കൊണ്ട് ഉള്ളത് കൊണ്ടേ. എനിക്ക് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞോണ്ട് വീട്ടിൽ കിടന്ന് കട്ടിലേന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ഇതേ ഉള്ളൂ. എന്തായാലും കുറഞ്ഞ് വരുന്നു. നമുക്കിനിയിപ്പോൾ 1-2 മണിക്കൂറിനുള്ളിൽ പോവാട്ടോ. ഉറങ്ങാ, നല്ല ഉറക്കമാണ് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. അതെ, പറഞ്ഞപ്പോൾ അത് കണ്ണ് തുറന്നു കേട്ടോ. ഞങ്ങളെ പേടിപ്പിച്ചിട്ട് ആളുണ്ട്. അതെ, ഞങ്ങൾ പേടിച്ചെന്ന് വെച്ചാൽ നന്നായിട്ട്. പക്ഷെ ഞങ്ങൾ ആ പേടി പുറത്ത് കാണിച്ചില്ല. കാരണം നമ്മൾ ഇങ്ങോട്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അത് ലിജിമോക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എനിക്ക് എന്താ അന്നേരം എനിക്ക് പെട്ടെന്ന് പ്രവീണിൻ്റെ കാര്യം അടുത്തുള്ളത് പ്രവീൺ. അത് തന്നെ. പിന്നെ അനീഷിനെ വിളിച്ച് അനീഷിക്ക് വരുന്നതിന് മുമ്പേ കുറച്ച് വയ്യാതായി പോയി. ഇതിങ്ങനെ കുഴഞ്ഞു പോകുന്നത് കുഞ്ഞേ എണീക്കിരിക്കും. അതിപ്പോൾ പറഞ്ഞു മോനെ പ്രവീണിനെ വിളിയിടാന്ന് പറഞ്ഞു. എന്തായാലും വിളിച്ച സമയത്ത് അവിടെ ഉണ്ടായതുകൊണ്ട് വലിയ. അതെ, ശ്രീകുട്ടനും ഉണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരാണ് വന്നത്. ചേട്ടനും അതെ, ചേട്ടായി അച്ഛനും ചേട്ടായില്ല അച്ഛനും ഇല്ല കേട്ടോ. അച്ഛനും കടയിൽ പോയി വെക്കുമായിരുന്നു. അച്ഛനും നമ്മൾ വരുന്നവരെ വന്നിട്ടില്ല. വന്നായിരുന്നോ? ശരി, ഞാൻ കണ്ടില്ല അച്ഛനെ. അതും വയ്യാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ നോക്കേണ്ടി. ഇപ്പം കുഴപ്പമില്ല. നമ്മളിനിയിപ്പോൾ ഓരോ ഓട്ടോയ്ക്ക് അങ്ങ് കയറി പോകാമെന്ന് ഓർത്തിരിക്കും. ഇനിയിപ്പോൾ കഴിയുമ്പോൾ വലിയ ഓട്ടോ ഉണ്ടല്ലോ, അതെണ്ണം വിളിക്കാം. അല്ലെങ്കിൽ പ്രവീണ് വരാമെന്ന് പറഞ്ഞു. അതിലെ രാജേശ്വരി കുഞ്ഞുമ്മ വിളിക്കുന്നു. അല്ലേ, ഫുഡ് എന്തെങ്കിലും മേടിക്കാൻ കൊടുത്ത് പുറത്തേക്ക് പോകണം കേട്ടോ. ഇപ്പോൾ നമ്മളവിടെ നിന്ന് പോരാൻ കുറച്ച് സമയം എടുക്കും. ട്രിപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് മേടിച്ചു കൊടുക്കാൻ കൊടുത്തിട്ട് കടയിലേക്ക് പോകാൻ കേട്ടോ. അയ്യോ, ഇവിടെ എവിടെയോ ഒരു ഹോട്ടലുണ്ട്. എവിടെയായിരുന്നത് അത്? ഈ എന്തൊരു കോലം. ഞങ്ങളൊക്കെ ആണെങ്കിൽ നിന്ന പിടിയാലെ പോകുന്നതാണ് കേട്ടോ. അല്ലേടെ ശ്രീകുട്ട? അയ്യോ, ആ എന്താ വലുതാണോ ചെറുതാണോ? അല്ല, ഹോട്ടലിൽ നമ്മൾ കയറി. പക്ഷെ അവിടെ ഇല്ല, ഇവിടെ പൊറോട്ടയൊക്കെ ഉള്ളൂ. അതൊന്നും നമുക്ക് ഉച്ചയ്ക്ക് കഴിച്ചാൽ ശരിയാവില്ല. അത് ഞങ്ങൾ കുറച്ച് അപ്പുറം പോകണം കേട്ടോ. പമ്പിൻ്റെ അപ്പുറം പോകണം എന്നാണ് പറഞ്ഞത്. അയ്യോ, അത് ഇനിയും ദൂരമുണ്ട്. ഒത്തിരി പോകണോ? അവരോട് ചോദിച്ചിട്ട് വാ. ഓട്ടോ വിളിച്ചു പോയാലോ? നടന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകണം കേട്ടോ. ഒരു പമ്പുണ്ടായിരുന്നു അപ്പുറം പറഞ്ഞേ. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ട് തിരിച്ച് നമുക്ക് ഓട്ടോയ്ക്ക് വരാം. ഊണ് മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഓട്ടോയ്ക്ക് കയറിയിട്ട് കുറച്ചിലേക്ക് പോകണം. അത് ക്യാറ്റലിലെത്തിയിട്ടുണ്ട്. തിരിച്ച് എൻ്റെ ലിജിമോള് കിടക്കുന്നത് ഈ സൈഡിലാട്ടോ. അപ്പോൾ വേണമെങ്കിൽ അതിൽ പോയി നോക്കിയിട്ട് വരാം. അല്ലേ, രാവിലെ വിട്ട പേടിച്ചു. പാല് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ ചെടിയാണ്. പാലച്ചെടി വലിയ മരമല്ലേ? മരമുണ്ട്, ചെടിയുണ്ട്. ഇതിൽ നോക്ക്.
ഉറങ്ങുവാണോ? അങ്ങനെ അവരിത് നമ്മുടെ കൊച്ചിൻ്റെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞപ്പം വാവയെ ശ്രീകുട്ടിനൂടെ പോയിട്ട് വണ്ടിയൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വാവേനെ എടുത്ത് കയറ്റി കേട്ടോ. സിസ്റ്ററും കൂടെ സഹായിച്ചു. ഞാൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഇതായിരുന്നു കേട്ടോ. ലിജിനെ വണ്ടിയിൽ അങ്ങനെ എടുത്ത് കയറ്റും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അളിയനുണ്ടായിരുന്ന അളിയൻ എടുത്ത് കയറ്റും, വാവയെ എടുത്ത് കയറ്റും. എന്നാലും ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ എടുത്ത് കയറ്റിയൊക്കെ ചെയ്യട്ടോ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ലിജി പിന്നെ കിടക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു. ഇവിടുന്ന് പോയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഞങ്ങളെടുത്ത് കയറ്റപ്പം വണ്ടിയിൽ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ണും തുറന്നതേ ഇല്ല കേട്ടോ. കണ്ണും തുറക്കാതെ സംസാരിക്കാതെ പോയത്. നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ചില ദിവസങ്ങൾ കടന്നു പോകുന്നത്. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും കൂടെ കയറി പോയേനെ. ഒരു പക്ഷേ ഈ സർജറി ആയിരിക്കുവാണെങ്കിലും നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് അന്നേരം എടുത്തുകൊണ്ട് പോവല്ലേ. പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നോക്കൂലല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്താൻ കേട്ടോ. ലിജി വന്നതിന് ശേഷം ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ഫുൾ കിടപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അടുത്ത ദിവസം വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.